Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. സോ പോയിന്റ് എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു പോപ്പുലേഷൻ പാരാമീറ്ററിന്റെ വാല്യൂ നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂവിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ അതാണ് എന്ത് പോയിന്റ് എസ്റ്റിമേഷൻ. അപ്പോൾ ഈ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഒരു മെത്തേഡാണ് ഇത് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. മെത്തേഡ് ഓഫ് മൊമെന്റ്സ് ഉണ്ട്, മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ് ഉണ്ട്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്, മെത്തേഡ് ഓഫ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു പോപ്പുലേഷൻ ഉണ്ടാവും. പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു കോളേജിലെ കുട്ടികളാണ് എന്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ബാങ്കിനെ കുറിച്ചിട്ട് പഠിക്കുവാണെങ്കിൽ മൊത്തം ബാങ്കുകളാണ് എന്ത് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ബാങ്കിനെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ രണ്ട് ബാങ്കിന്റെ കമ്പാരിസൺ, അല്ലെങ്കിൽ നമ്മളൊരു മൊത്തം കോളേജിൽ ഒരു 10 കുട്ടികളെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ അതാണ് എന്ത് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ കോളേജിലെ കുട്ടികളിൽ ഒരു 2000 കുട്ടികളിൽ നമ്മളൊരു 10-20 കുട്ടികളെ എടുക്കുവാണെങ്കിൽ അത് നമ്മൾ റാൻഡം ആയിട്ടാണ് എടുക്കുന്നത്. ഒരു ബയാസും കൂടാതെ റാൻഡം ആയിട്ട് നമ്മൾ എടുക്കുവാണ്. സോ സപ്പോസ് വി ഹാവ് എ റാൻഡം സാമ്പിൾ സേ x1 x2 x3 അങ്ങനെ പറയുന്ന നമ്മൾ n വരെ ഉള്ള സാമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സാമ്പിളൊക്കെ സെർട്ടൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ബൈനോമിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കാം, വാട്ട് എവർ. അത് ചിലപ്പം എന്ത് ചെയ്യാം, ഈ ഡിസ്ട്രിബ്യൂഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടാവാം. നമുക്ക് അൺനോൺ പാരാമീറ്റർ തീറ്റ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. തീറ്റ എന്ന് പറയുന്ന ഈ ലെറ്റർ കൊണ്ടാണ് നമ്മൾ അൺനോൺ പാരാമീറ്റർ. നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, പോപ്പുലേഷൻ മീൻ ആവാം, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പാരാമീറ്റർ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ തീറ്റ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അൺനോൺ പാരാമീറ്ററിന് നമുക്ക് എന്നും ഉണ്ട് പിയും ഉണ്ട് അല്ലേ. സോ നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. അതുപോലെ തന്നെ θ1ഉം θ2 ആണ് ഈ പാരാമീറ്റേഴ്സ്. പോസോൺ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ പാരാമീറ്റർ ഏതാണ്, ലാംഡയാണ് പാരാമീറ്റർ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ മ്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നതാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the task of MLE അല്ലെങ്കിൽ maximum likelihood estimate is to find a point estimate mu which will be a good point estimate of theta using sample data. അതായത് നമ്മൾ സാമ്പിൾ ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടെക്നിക്ക്. MLE എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് പാരാമീറ്റേഴ്സ് ഓഫ് എ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ യൂസിങ് സം ഒബ്സർവ്ഡ് ഡാറ്റ. അതായത് നമുക്ക് സാമ്പിൾ ഉണ്ടാവും, അത് വെച്ചുകൊണ്ട് നമ്മൾ പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് ഈ MLE അല്ലെങ്കിൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. If you have a population which follows normal distribution, നമുക്കൊരു പോപ്പുലേഷൻ്റെ ഡാറ്റയുണ്ട്, അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അവിടെ മീന് അല്ലെങ്കിൽ പോപ്പുലേഷൻ മീന്, അതുപോലെ തന്നെ പോപ്പുലേഷൻ വേരിയൻസ് ഇത് അൺനോൺ ആണ്. സോ നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷൻ സർട്ടൻ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്റർ ആണ് പോപ്പുലേഷൻ മീൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസ്. ഇത് അൺനോൺ ആണ്. സോ MLE അല്ലെങ്കിൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദീസ് വാല്യൂസ്. അതായത് പോപ്പുലേഷൻ മീനോ പോപ്പുലേഷൻ വേരിയൻസോ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് അല്ലെങ്കിൽ മാക്സിമം ലൈക്ലിഹുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. We will use a limited sample of the population finding particular values of the mean and variance. അപ്പോൾ സാമ്പിൾ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഈ നമ്മുടെ മീനും വാരിയൻസും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ MLE നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ.
നമുക്ക് ആദ്യം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് അതിനുശേഷം നമുക്ക് മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ വേരിയൻസ് അങ്ങനെ അല്ലെങ്കിൽ പോപ്പുലേഷൻ മീൻ അല്ലെങ്കിൽ മ്യൂ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. എ ഗുഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി unknown parameter theta would be the value of theta that maximizes probability, that is likelihood of getting the data we observed. അപ്പോൾ എന്താണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഗുഡ് എസ്റ്റിമേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ചില പ്രോപ്പർട്ടീസ് വേണം. അതായത് ഒരു പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവുകയാണ്, മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സിഗ്മയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആണ് ഈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. സോ ഒരു ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എഫിഷ്യൻസി ഉണ്ടാവണം, സഫിഷ്യൻസി ഉണ്ടാവണം, അല്ലെങ്കിൽ അൺബയാസ്ഡ്നെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് എന്താണ് അത് ഗുഡ് എസ്റ്റിമേറ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഈ അൺനോൺ പാരാമീറ്ററിന് തീറ്റ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുവാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. ഈ തീറ്റ എന്ന് പറയുന്നത് മീൻ ആവാം, അതായത് പോപ്പുലേഷൻ മീൻ ആവാം, അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, പോപ്പുലേഷൻ പിന്നെ വേരിയൻസ് ആവാം. ഓക്കെ, സോ we want to estimate a population parameter that is unknown. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു എസ്റ്റിമേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ that would be the value of theta that maximizes the probability, that is likelihood of getting that we observed. അതായത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ അത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ നമുക്കുള്ള ഈ സാമ്പിൾ ഇൻഫോർമേഷൻ ദാറ്റ് ഇസ് ദ ഒബ്സർവ്ഡ് വാല്യൂ അല്ലേ? നമുക്ക് ഉള്ള ഒബ്സർവ്ഡ് വാല്യൂ അല്ലെങ്കിൽ ഡാറ്റ ദാറ്റ് ഷുഡ് റെപ്രസെൻറ്റ് ദ മാക്സിമം ലൈക്ലിഹുഡ്. അതായത് ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ആണ്. അത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്താണ്, അത് ഏറ്റവും നല്ല എസ്റ്റിമേറ്റ് ആണ് എന്ന് പറയാം. അതാണ് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ പറയുവാണ് x1, x2, x3, etc. xn observation from n independent and identically distributed random variable drawn from a probability distribution that depends on some parameter theta. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ, ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള വേരിയബിൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വേരിയബിൾ അല്ലെങ്കിൽ ഈ സാമ്പിൾ ഒബ്സർവേഷൻസ് എന്താണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടാവാം. ആൻഡ് ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പാരാമീറ്റർ തീറ്റ. ഓക്കെ, മെയിനായിട്ട് നമ്മൾ MLEൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് മാക്സിമൈസ് ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ലൈക്ലിഹുഡ് that is L is equal to function of x1, x2, etc. xn. ഇവിടെ നമ്മൾ എന്താണ് തീറ്റ എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് നമ്മളിത് എന്താണ് വീണ്ടും അത് നമ്മൾ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുവാണെങ്കിൽ എന്ത് വരും? ഫംഗ്ഷൻ ഓഫ് x1 ഇത് ഗിവൺ എന്നുള്ളതാണ്, ദാറ്റ് ഈസ് വാല്യൂ നമുക്കറിയത്തില്ല, ദാറ്റ് ഈസ് ദ പാരാമീറ്റർ. അപ്പോൾ അത് ഇങ്ങനെ എഴുതുവാണ് എഫ് ഓഫ് x1 ആൻഡ് അവിടെ ഒരു എന്താണ് തീറ്റ ഉണ്ട്. സോ എഫ് ഓഫ് x1 ബാർ theta, then x2 bar theta, f of x3 bar theta, etc. f of xn bar theta. So this is the joint density function. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇതിപ്പോൾ ഇത് ഈ ടേം ഇൻറ്റു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിനെ നമുക്ക് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സോ പ്രൊഡക്റ്റ് കാണുവാണ്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് i from 1 to n എഫ് ഓഫ് x1 അല്ലെങ്കിൽ xi given തീറ്റ. സോ ഈ L എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ മാക്സിമം ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫംഗ്ഷൻ മാക്സിമം ആവുന്നത് നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് അവിടെ 0 ആയിരിക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? dl/d θ അല്ലെങ്കിൽ ഡോ എൽ ബൈ ഡോ തീറ്റ is equal to 0. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഡോ സ്ക്വയർ എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ ദാറ്റ് ഷുഡ് ബി നെഗറ്റീവ്. സോ ഈ ഒരു ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം നമുക്ക് ലോഗരിതമിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ എന്താണ് ലോഗരിതമിക് വേർഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് എന്താണ് d log L divided by dou theta that should be equal to 0. That is നമ്മൾ ലോഗരിതം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ that is a non decreasing function. So for maximizing L it is equivalent to maximize log L. അതായത് ലോഗരിതം കാണാന്നുള്ളത് ഈ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ MLEന്റെ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ അൺബയാസ്ഡ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, സഫിഷ്യന്റ് ആയിരിക്കണം, ഇൻവേരിയൻസ് പ്രോപ്പർട്ടി, then the distribution of MLE tends to normal for large values of n. അതായത് നമ്മൾ n അല്ലെങ്കിൽ സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് MLE എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.